നമസ്കാരം. ETM മലയാളത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായ രണ്ടാം ദിവസം ഓഹരികളിലെ നേട്ടം കാണാനായി നിഫ്റ്റി 25,200 നിലവാരം മറികടന്നു. നേട്ടം നാളെയും തുടരുമോ? വിപണിയുടെ താളത്തെ സാധ്യതകൾ എന്തൊക്കെ? ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ തുടർച്ചയായ രണ്ടാം ദിവസം ഇന്ത്യൻ ഓഹരികളിൽ നേട്ടം കാണാനായി നേട്ടത്തിന് ശ്രമിക്കുന്ന ബുള്ളുകൾക്ക് നിഫ്റ്റിയുടെ 25,200 നിലവാരം മറികടക്കാനും സാധിച്ചു. സെൻസെക്സും 700 പോയിന്റിലധികം വർധനയോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു നേട്ടത്തിൻ്റെ പ്രധാനമായി സഹായിച്ചത് പശ്ചിമേഷ്യയിലെ സംഘർഷം അയഞ്ഞതിൻ്റെ തുടർന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഇന്നലത്തെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില വെടിനിർത്തൽ ലംഘനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും കാര്യങ്ങൾ പിന്നീട് സ്റ്റെബിലൈസ് ചെയ്യുന്നുള്ളൊരു സൂചന, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം മെച്ചപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് വിപണിയെ വളരെയധികം പോസിറ്റീവായിട്ട് സഹായിച്ചിട്ടുള്ളത്. അതായത് സംഘർഷം തമ്മിലുള്ള ആശങ്ക ലഘൂകരിക്കപ്പെടുന്നത് വിപണിയെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചു. ഇതിൻ്റെ പ്രതിഫലനം എന്നോളം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് വില ഇറങ്ങിയതും ഇന്ത്യൻ വിപണിയെ വളരെയധികം പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഒരു മുന്നേറ്റത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഫെഡറൽ റിസർവ് ചെയർമാൻ അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവലിൻ്റെ ടെസ്റ്റിമണിയുടെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെ തുടർന്ന് IT ഓഹരികളുണ്ടായ ഉണർവും മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്ലോസിംഗിൽ സെൻസെക്സ് 700 പോയിൻ്റ് നേട്ടത്തോടെ, അതായത് 0.85% വർധനയോടെ 82,756 ക്ലോസ് ചെയ്ത് നിഫ്റ്റി 200 പോയിൻ്റ് നേട്ടത്തോടെ, അല്ലെങ്കിൽ 0.8% വർധനയോടെ 27,245 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി സൂചികയുടെ ഭാഗമായി 50 ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ടൈറ്റൻ 3.66% നേട്ടത്തോടെയും, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 2.16% നേട്ടത്തോടെയും, ഗ്രാസിം ഇൻഡസ്ട്രീസ് 2.13%, ഇൻഫോസിസ് 1.95% വീതം നേട്ടക്കണക്കിൽ മുന്നിൽ എത്തിയിട്ടുണ്ട്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് 2.92%, കൊടക് മഹീന്ദ്ര ബാങ്ക് 1.29% ഇടിവ് നേരിട്ടാണ് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓഹരികളുടെ കൂട്ടത്തിൽ പ്രകടനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ NSE നിന്ന് ആകെ വ്യാപാരം നടന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള 2,990 ഓഹരികളാണ്. 2,990 ഓഹരികളിൽ ഇതിൽ 2,935 ഓഹരികളിൽ നിന്ന് നേട്ടത്തിലാണ് വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത്. 775 ഓഹരികൾ മാത്രമാണ് നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ ബ്രോഡർ മാർക്കറ്റിലും ആ ഒരു പൊതു അന്തരീക്ഷം മെച്ചപ്പെട്ടായിട്ട് കാണാം. അതായത് ഒരു 3 ഓഹരികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചപ്പോൾ, അതായത് 3 ഓരോ ഓഹരി മാത്രമാണ് നഷ്ടം നേരിട്ടത്. 3 ഓഹരികൾ നേട്ടത്തിലേക്ക് മുന്നേറിയപ്പോൾ ഓരോ ഓഹരി മാത്രമാണ് നഷ്ടത്തിലേക്ക് പോകുന്നുള്ളൊരു കണക്കിലാണ് അഡ്വാൻസ് ഡിക്ലറേഷൻ. അതൊരു ബ്രോഡർ മാർക്കറ്റിലെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിനെ സൂചിപ്പിക്കുന്ന ഘടകം തന്നെയാണ്. ഇന്ന് 51 ഓഹരികൾ 52 വീക്ക് ഹൈ, അതായത് ഒരു വർഷ കാലയളവിൽ പുതിയ ഉയർന്ന നിലവാരം തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇതേ കാലയളവ്, അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ താഴെ നിലവാരങ്ങളിലേക്ക് 23 ഓഹരികൾ കൂപ്പുകുത്തുകയും ചെയ്തു. 106 ഓഹരികൾ ഇന്ന് അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും 45 ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഭേദപ്പെട്ട ഒരു ആക്ടിവിറ്റി വിപണിയിൽ ഉണ്ടായെന്ന് നമുക്ക് കാണാനാകും. NSEയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസസുകളായ അല്ലെങ്കിൽ സൂചികളായ നിഫ്റ്റി 100 0.74% വർധനയോടെ, നിഫ്റ്റി 200 സൂചിക 0.69% വർധനയോടെ, നിഫ്റ്റി 500 സൂചിക 0.79% വർധനയോടെ നേട്ടം കുറിച്ചിട്ടുണ്ട്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുമ്പോൾ നമുക്കൊരു ഡിസ്പാരിറ്റി, ഒരു വ്യതിയാനം നമുക്ക് കാണാനാകും. നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 സൂചിക 0.44% വർധന, അതായത് 0.5% വർധന രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 സൂചികയുടെ 1.59%, 1.5% നേട്ടമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. വിപണിയിൽ ചാഞ്ചാട്ടത്തിൻ്റെ തോത്, അതായത് അടുത്ത 30 ദിവസത്തേക്കുള്ള വിപണിയിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ചാഞ്ചാട്ടത്തിൻ്റെ തോത് വെളിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിൽ ഇന്ന് 5% ഇടിഞ്ഞ് 12.96 നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. 13 നിലവാരങ്ങളിലേക്ക് താഴേക്ക് എത്തിയിട്ടുണ്ട്. അത് വിപണിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സൂചന നൽകുന്ന ഘടകം തന്നെയാണ്. NSEയുടെ പ്രധാനപ്പെട്ട സെക്ടർ സൂചികളെല്ലാം നോക്കുമ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സൂചി ഒഴികെ ഒരു നേരിയ മൈനസ് ക്ലോസിംഗ് നോക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ സെക്ടർ സൂചികളിൽ നിന്ന് നേട്ടത്തോടെ തന്നെയാണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളതായിട്ട് കാണാം. ഇതിൽ നിഫ്റ്റി മീഡിയ ആണ് 1.2%, നിഫ്റ്റി IT സൂചിക 1.64% വർധനയോടെയും, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾ സൂചിക 1.43% നേട്ടത്തോടെ, നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ആകട്ടെ 1% നേട്ടത്തോടെയും ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഹെൽത്ത് കെയറിലും ഏകദേശം 1% നേട്ടം കരസ്ഥമാക്കാനായിട്ടുണ്ട്. IT ഇൻഡെക്സിന് ഒരു 1% ഒരു മുന്നേറ്റത്തിന് സഹായിച്ചത് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ ടെസ്റ്റിമണിയുടെ വിശദാംശങ്ങൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ പ്രകാരം US സമ്പദ്ഘടനയിലുള്ള പണപ്പെരുപ്പത്തിൻ്റെ ഒരു ഗതി എങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് നിരക്ക് കുറയ്ക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ജൂലൈ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ അമേരിക്കയിലൊരു നിരക്ക്
അവിടുത്തെ നിരക്കിൻ്റെ ഒരു കുറവ് വരുത്തുമെന്നുള്ളൊരു സൂചന തന്നെയാണുള്ളത്. അതൊരു റേറ്റ് റിഡക്ഷനുള്ള സാധ്യത ജൂലൈയിൽ അല്ലെങ്കിൽ തന്നെ സെപ്റ്റംബറിലാണ് ഇതിന് മുന്നേ വിപണി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ജൂലൈയിലേക്കുള്ളൊരു സാധ്യത കാണുന്നതായിട്ടുള്ള ചില നിഗമനങ്ങളും റിപ്പോർട്ടുകളും വന്നത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഐ ടി ഓഹരികളിൽ നിന്നൊരു ശക്തമായ മുന്നേറ്റം കാണാനായത്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സൂചിക മാത്രമാണ് ഒരു ഫ്ലാറ്റ് ക്ലോസിങ് ചെറിയൊരു നെഗറ്റീവ് ടെറിട്ടറിയിൽ നിന്നിട്ടുള്ളത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വൻകിട നിക്ഷേപകരുടെ ഒരു ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് FII 2473 കോടിക്കാണ് ക്യാഷ് സെഗ്മെൻറ്റിൽ NSE BSE മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 3 ഭാഗങ്ങളിലും കൂട്ടുമ്പോൾ ചെയ്തിട്ടുള്ളത്. നെറ്റ് സെല്ലിംഗ് ആണ് 2473. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് FIs സെല്ലിംഗ് സൈഡിലോട്ട് പോകുന്നത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 2372 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയതായിട്ടാണ് കാണാനാകുന്നത്. ഇപ്പോൾ എന്തായാലും FIs സെല്ലിംഗ് സൈഡിലോട്ട് പോകുമ്പോൾ അതേ അനുപാതത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങാനുള്ള ഒരു ത്വര കാണിക്കുന്നത് മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിക്കും മാർക്കറ്റ് താങ്ങി നിർത്തുന്ന സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. FIs സെല്ലിംഗ് സൈഡിലോട്ട് പോകുന്ന മാർക്കറ്റിനെ സമയത്ത് സമ്മർദ്ദമേറ്റുന്ന ഘടകം തന്നെയാണ്. പക്ഷേ അവർ മടങ്ങി വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു അവസരം നോക്കുമ്പോൾ വിപണിയെ സംബന്ധിച്ച് സഹായകരമാകാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ പിന്തുണയേകുന്ന ഘടകമാണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് FIs നീങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവരൂടെ തിരിച്ച് വരികയാണെങ്കിൽ DAs ഒരു സൈഡിൽ വാങ്ങുന്നുണ്ട്, FIs വരികയാണെങ്കിൽ മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡെയിലി ആക്ടിവിറ്റി നോക്കുന്നത് നന്നായിരിക്കും. ഇനിയിൽ നമുക്ക് വിപണിയിൽ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ബീച്ചിൻ്റെ തുടക്കം ലഭിച്ചതിന് ശേഷം ശക്തമായ നിലയിലാണ് ഇന്നത്തെ ഒരു വ്യാപാരം ബെഞ്ച് മാർക്ക് ഇൻഡിസസ് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് ആകട്ടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഓഹരികൾക്ക് എതിരേക്കുള്ള ഒരു നിക്ഷേപ താല്പര്യം പ്രകടമായത് വിപണിയെ ഒരു മുന്നേറ്റം നിലനിർത്താനും ത്രൂ ഔട്ട് ദി ഡേ നിർത്താനും മാർക്കറ്റിലെ ഒരു ബ്രോഡർ മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ്സ് മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ വിപണിയിലെ പൊതു സാഹചര്യം മെച്ചപ്പെടുത്താനും സഹായിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാത്തിരുന്ന 25,100 നിലവാരം നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാനും DCCയിൽ ബ്രേക്ക് ചെയ്യാനും അതിന് മുകളിൽ ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ദി ഡേ ആയ ഒരു നിലവാരത്തിന് മുകളിലാണ് നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 25,100 നിലവാരം ഇനി പ്രവർത്തിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് 25,350 25,450 എന്നുള്ള ഉയർന്ന നിലവാരങ്ങളിലേക്ക് ലക്ഷ്യമിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, അതിനുശേഷം മാർക്കറ്റ് ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ത്രൂ ഔട്ട് ദി ഡേ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെങ്കിലും ആ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഫോർമേഷൻ കാണാനാകും. ഇത് സൂചിപ്പിക്കുന്നത് ഒരു നിലവിലത്തെ നിലവാരങ്ങളിൽ നിന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് മുന്നേറാനുള്ള ഒരു വിപണിയുടെ ഒരു ത്വരയെ തന്നെയാണ് കാണിക്കുന്ന ആ ഒരു പ്രചോദനത്തെ തന്നെയാണ് കാണിക്കുന്നത്. ട്രെൻഡ് ഫോളോയിങ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ 25,000-25,900 ആയിരിക്കും ഇനി ഒരു തൊട്ടടുത്ത സപ്പോർട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കീ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഈ നിലവാരങ്ങൾക്ക് മുകളിൽ 25,100 നിലവാരങ്ങൾക്ക് മുകളിൽ നിഫ്റ്റി തുടരുന്നിടത്തോളം ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സും മാർക്കറ്റിൽ തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും 25,300 എന്നുള്ള നിലവാരം കൂടെ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അവിടെ ഒരു വെഡ്ജ് പാറ്റേണിൻ്റെ ഒരു ഇതും വരുന്നുണ്ട്. അതേപോലെ തന്നെ 78.6% റീട്രേസ്മെൻ്റ് ഒരു ഏരിയ കൂടെ ആയതിനാൽ തന്നെ ഒരു ഇമ്മീഡിയറ്റ് റെസിഡൻസ് സോൺ ആണുള്ളത്. വളരെ നിർണായകമായ ഒരു റെസിഡൻസ് സോൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 25,300 നിലവാരം സക്സസ്ഫുള്ളി ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമാണ് മുന്നോട്ടേക്ക് ഒരു കുതിപ്പിന് ഒരു ഊർജ്ജം നൽകുക. അങ്ങനെ ഉണ്ടെങ്കിൽ 25,450 25,500 എന്നുള്ള നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി മുന്നേറും. അപ്പോൾ എന്തായാലും 25,100 മുകളിൽ നാളെ കണ്ടിന്യൂ ചെയ്യണം. അത് തുടരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് തുടരും. 25,300 ബ്രേക്ക് ഔട്ട് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ടത്. അവിടെ 78.6% റീട്രേസ്മെൻറ്റോട് വരുന്നതിനാലും നിലവിലത്തെ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് റെസിഡൻസ് തന്നെയാണ്. അത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. മറിച്ച് 25,000 താഴേക്ക് നിഫ്റ്റി പോകുന്നെങ്കിൽ മാത്രമാണ് നിലവിലത്തെ ആ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് ഒരു വീക്കനായെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്തായാലും നാളെ മന്ത്ലി എക്സ്പയറി കൂടി ആയാൽ വോൾട്ടാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാനാകും. എന്തായാലും പോസിറ്റീവ് ഔട്ട്ലുക്ക് നിഫ്റ്റിയിൽ തുടരാം, അല്ലെങ്കിൽ വിപണിയിൽ തുടരാമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ സ്റ്റോക്ക് സെലക്ഷൻ അത് ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളായിരിക്കും നടത്തുന്നതായിരിക്കും ഉചിതമെന്നും കരുതുന്നു. ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഒരു സെബി രജിസ്റ്റർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ അവർക്ക് നാളെ നല്ല ഇതിന് ആശംസകൾ നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.